ആ വന്നോ? ആ പേഴ്സ് കളഞ്ഞു പോയത് കിട്ടിയായിരുന്നോ? എന്താടാ മുഖം മാറിയിരിക്കുന്നേ? കിട്ടിയില്ലേ? ഇല്ല അമ്മ, ഞങ്ങള് ട്രക്കിങ് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ അറിഞ്ഞ പേഴ്സ് പോയി. പിന്നെ ഞങ്ങൾ 5-6 പേര് കൂടി അവിടെ പോയിട്ട് 2-3 മണിക്കൂർ തപ്പിയതാ, കിട്ടിയില്ല. പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പേഴ്സില്? ക്യാഷും ATM കാർഡും ID കാർഡും എല്ലാം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ID കാർഡിന്റെ ആണെങ്കിൽ നാളെ ആവശ്യം ഉണ്ടായിരുന്നു. നിനക്ക് ഒരു ശ്രദ്ധയില്ലല്ലോ ഇത്രയും പ്രായമായിട്ടും. സ്വന്തം പേഴ്സ് സൂക്ഷിക്കാൻ അറിയാൻ പാടില്ലായിട്ട് നീ. എന്റെ പൊന്നമ്മ പ്ലീസ്. പ്രാഗല്ലേ മേ? പ്രാഗിയതല്ലടാ, അമ്മ ഒന്നുകൂടെ പ്രാർത്ഥിച്ചതാ. നീ ഇത് കളഞ്ഞു പോയി എന്ന് വിളിച്ചു പറഞ്ഞപ്പോ തന്നെ ഞാൻ അന്തോണീസ് പുണ്യാളെന്ന് നേരത്തെ നടന്നായിരുന്നു. കളഞ്ഞു പോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ അന്തോണീസ് പുണ്യാളോട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മയ്ക്ക് ഒത്തിരി അനുഭവം ഉള്ളതാ. അത് ഈ ലോകത്ത് എവിടെ കളഞ്ഞു പോയാലും അന്തോണീസ് പുണ്യാളൻ അത് കണ്ടുപിടിച്ച് നിനക്ക് കൊണ്ട് കൈ കൊണ്ടെത്തരും. എന്റെ പൊന്നമ്മ, ഒരു വലിയ മലയുടെ മേളിൽ അത് ഞങ്ങൾ 5-6 പേര് കൂടിയിട്ട് 2-3 മണിക്കൂർ തപ്പിയിട്ട് കിട്ടാത്ത ഇനി അന്തോണീസ് പുണ്യാളം വന്ന് തപ്പി കണ്ടുപിടിച്ചോണ്ട് വരാൻ പോണത്. അന്തോണീസ് പുണ്യാളല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും കിട്ടാൻ പാടില്ല. അത് പോയി. അങ്ങനെയൊന്നും പറയല്ലടാ നീ. ഹലോ, എറണാകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. ജസ്റ്റിൻ മാത്യു ആണോ? അതെ. താങ്കളുടെ പേഴ്സ് കളഞ്ഞു പോയിരുന്നു വാഗമണ്ണിൽ വെച്ചിട്ട്. അതെ. അതിവിടെ ഒരാൾ വന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്റ്റേഷനിൽ വന്ന് കളക്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. അതെങ്ങനെയാണോ? നിനക്ക് അന്തോണീസ് പുണ്യാളിനെ വലിയ പരിചയമില്ലാന്ന് തോന്നുന്നു. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ, പാതുവായിലെ അന്തോണിയെ പാരിതിൽ കൃപ ചൊരിയണേ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനേ.